ഇന്ന് എന്റെ വണ്ടി എടുത്ത് നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വണ്ടി കംപ്ലൈന്റ് ആയത്. പിന്നെ നോക്കി തൊട്ടടുത്തുള്ള പേ പാർക്കിംഗിൽ വണ്ടി വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഈ ഒരു വണ്ടി ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് വിചാരിച്ച് നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ മാത്രമാണ് ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ ബാഗും താങ്ങി ഞാൻ ക്ഷീണിതനായി നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. എന്താണെന്നറിയില്ല, ചെറുപ്പം മുതലുള്ള ഒരു സൂക്കേടാണ്. ബസ് സ്റ്റാൻഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പം മൂത്രയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നേരെ പോയി മൂത്രമൊഴിച്ച് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഈ ഒരു മണം, ആഹാ എന്തൊരു സുഖമുള്ള മണം. അങ്ങനെയാണ് നേരെ എന്റെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ആദ്യമായിട്ടാണ് കൃത്യസമയത്ത് വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നേരെ പോയി ആകാശത്ത് നോക്കിയിട്ടുണ്ട് കാക്ക മലർന്ന് പറക്കുന്നുണ്ടോ. എന്തോ ഭാഗ്യത്തിന് അതിൽ നേരെ വണ്ടിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ രാത്രിയായ സമയത്താണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റി. നേരെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് എത്തിയെന്ന് മനസ്സിലായി. കാരണം സാഗർവടത്തെ ബിരിയാണിയുടെ സ്മെല്ല് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി കോഴിക്കോട്. അങ്ങനെ നീണ്ട 8 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു ബസ് എന്നെ കൊണ്ട് കോഴിക്കോട് കാലുത്തിച്ചത്. പകുതി കാലം അതിൻ്റെ അകത്ത് പെട്ടു എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. പുട്ടും കുറ്റിയിൽ പുട്ടുപൊടി ഇടുന്ന പോലെയാണ് ആൾക്കാരെ കുത്തി അരച്ചിട്ട് എങ്ങോട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാൻ എന്റെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്റെ വണ്ടി വന്ന് ഞാൻ നല്ല പാട്ടൊക്കെ കേട്ടി നേരെ വീട്ടിലെത്തുമ്പോൾ സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാവന്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പോലെ അത് കുത്തി നിറച്ച് കയറ്റിയിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. എന്നാൽ ശരി, ബൈ.